എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടിയെ ചെമ്പട്ടണയിച്ചുകൊണ്ട് കേരള NGO യൂണിയൻ്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട മേഖലയിലുള്ള ഈ സംഘടനയുടെ പ്രവർത്തകർ അണിനിരക്കുന്ന വലിയ ഒരു പ്രതിഷേധ റാലിയാണ് ഇപ്പോൾ ചാലക്കുടിയുടെ ചരിത്ര വീഥികളെ ചെമ്പട്ടണയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരുടെ ഒരുങ്ങുന്ന സമര സംഘടനയായ കേരള NGO യൂണിയൻ സംഘടിപ്പിച്ചിട്ടുള്ള മേഖല മാർച്ചാണ് ഈ ചാലക്കുടി പട്ടണത്തിന്റെ വീഥികളിലൂടെ ചെമ്പട്ടണിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയമുള്ള ജനങ്ങളെ, നാട്ടുകാരെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കേരള NGO യൂണിയൻ കേരളത്തിലെ ഒരുങ്ങുന്ന സംസ്ഥാന ജീവനക്കാരുടെ സമര സംഘടന സംഘടിപ്പിച്ചിട്ടുള്ള മേഖല മാർച്ചാണ് ഈ വാഹനത്തിന്റെ പിറകിലൂടെ കടന്നു വരുന്നത്. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക, HBA മെഡിസെപ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക, ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കുവാൻ അണിനിരക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള NGO യൂണിയൻ സംഘടിപ്പിച്ചിട്ടുള്ള മേഖല മാർച്ചാണ് ഈ ചാലക്കുടി പട്ടണത്തിന്റെ വീഥികളിലൂടെ ചെമ്പട്ടണിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയമുള്ള ജനങ്ങളെ, നാട്ടുകാരെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരള സർക്കാരിൻ്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക, HBA മെഡിസെപ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക, ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കുവാൻ അണിനിരക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള NGO യൂണിയൻ്റെ നേതൃത്വത്തിൽ മേഖലാ മാർച്ചും ധർണയും ചാലക്കുടിയിൽ നടത്തി. ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട ഏരിയയിലെ ജീവനക്കാരുടെ പങ്കാളിത്തത്തോടെ നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ലക്ഷ്മി ദേവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ആനന്ദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് RL സിന്ധു സ്വാഗതവും ഏരിയ സെക്രട്ടറി മഞ്ചേഷ് KM നന്ദിയും പറഞ്ഞു. 51 കേന്ദ്രങ്ങളിലാണ് ഇന്ന് നമ്മൾ 9 ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് മാർച്ചും ധർണയും നടത്തുന്നത്. കേരളത്തിലെ സിവിൽ സർവീസിലെ കരുത്തുറ്റ സംഘടനയായ NGO യൂണിയൻ അതിൻ്റെ 61ാം സമ്മേളനം കഴിഞ്ഞ് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന സഖാക്കൾക്കും പ്രിയപ്പെട്ട നാട്ടുകാർക്കും അറിയാം, സിവിൽ സർവീസിൽ NGO യൂണിയൻ വളർന്നിട്ടുള്ളത് തന്നെയാണ് സിവിൽ സർവീസിൻ്റെ വളർച്ച. കേരളം ഇന്ന് കേരളമായത് സിവിൽ സർവീസിലൂടെയാണ് എന്നുള്ളത് നമുക്കും ഈ ഇരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും അഭിമാനിക്കാവുന്നതാണ്. കേരളം ഒരു ബ്രാൻഡായി മാറിയത്. നമ്മൾ സിവിൽ സർവീസിലെ കരുത്തുറ്റ സംഘടന എന്ന് പറയുമ്പോഴും ഈ സിവിൽ സർവീസിലെ മുന്നോട്ട് എങ്ങനെ പോകണം, ഏത് ദിശയിലേക്ക് പോകണം എന്ന രീതിയിലേക്ക് ഓരോ കാലഘട്ടത്തിലും നമ്മളെടുക്കുന്ന നയമാണ് സിവിൽ സർവീസിൻ്റെ നയമായി മാറുന്നത്. ഇവിടെ രാജ്യത്തും ലോകരാഷ്ട്രങ്ങളെയും ഒക്കെ നോക്കിക്കൊണ്ടാണ് ആ തൊഴിൽ മേഖലയിലെ എന്താണ് തൊഴിലാളിക്ക് സംഭവിക്കുന്നത് അതൊക്കെ നോക്കിക്കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ഘട്ടങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിലർ നമ്മളോട് ചോദിക്കാറുണ്ട്, സഖാവേ, ഈ ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ വേദികളിൽ എന്തിനാണ് പരാമർശിക്കുന്നത്? നമ്മുടെ വേദികളിൽ പരാമർശിക്കുന്നത് അവിടുത്തെ തൊഴിലാളിക്ക് എന്ത് സംഭവിച്ചാലും ഇവിടുത്തെ തൊഴിലാളിയെയും, സംഘടിത മേഖലയിലെ തൊഴിലാളിയെയും അസംഘടിത മേഖലയിലെ തൊഴിലാളിയെയും അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളും ദേശീയ കാഴ്ചപ്പാടുകളുമൊക്കെ നമുക്ക് വളരെയധികം പ്രാധാന്യമാണ്. ഇവിടെ നോക്കുക, ലണ്ടൻ, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ പോലും ഒരു ഫ്രീ എക്കണോമിയിൽ നിന്ന് നോക്കുക എന്താണ് ലോക്കൽ ബേസ്ഡ് എക്കണോമിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ന് എന്താണോ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഒരു ഡെവലപ്മെൻറ്റ് കൺട്രീസ് ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടായ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ മാർച്ചും ധർണയും നടക്കുന്നത്. 3ാം NDA സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് സമസ്ത മേഖലകളിലും അസംതൃപ്തരായ തൊഴിലാളികളാണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. രാജ്യമൊട്ടാകെ തൊഴിലാളികളുടെ ചെറുതും വലുതുമായ സംഘടിതവും അസംഘടിതവുമായ മേഖലയിൽ
നിരവധിയായ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ജീവനക്കാരൻ്റെ ഏറ്റവും വലിയ സംഘടനയായ NGO യൂണിയൻ ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങളുമായി ജീവനക്കാരൻ്റെ ഒരു പ്രക്ഷോഭം നയിക്കുന്നത്.